മഴ എന്നത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്. സൂര്യന്റെ ചൂടേറ്റ് ഭൗമോപരിതലത്തിലെ ജലം നീരാവിയായി അന്തരീക്ഷത്തിലേക്കുയർന്ന് മേഘങ്ങളാവുന്നു. ഈ മേഘങ്ങൾ ഘനീഭവിച്ച് വെള്ളത്തുള്ളികളായി ഭൗമോപരിതലത്തിൽ പതിക്കുന്നതാണ് മഴ. കൂടുതൽ തണുപ്പുള്ള പ്രദേശങ്ങളിൽ ജലമായിട്ടല്ലാതെ ഐസായും മഴയുണ്ടാകാം. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും അതിനോട് ചേർന്നുകിടക്കുന്ന ഇടങ്ങളിലും മഴയോടൊപ്പം ചില സമയത്ത് ഐസ് കഷ്ണങ്ങളും വീഴാം. ഇവയെയാണ് ആലിപ്പഴം എന്നു പറയുന്നത്. മഴയുണ്ടാകുന്നതെങ്ങനെ? അന്തരീക്ഷത്തിലെ ഈർപ്പമുള്ള വായു മുകളിലേക്കുയരുമ്പോൾ വികസിക്കുകയും തൽഫലമായി തണുക്കുകയും ചെയ്യും. തണുക്കുമ്പോൾ ഈർപ്പമുൾക്കൊള്ളാനുള്ള വായുവിന്റെ ശേഷി കുറയുന്നു. ഉൾക്കൊള്ളാനാവാതെ വരുന്ന നീരാവി ഘനീഭവിച്ച് ജലകണികളുണ്ടാകും. ഈ ജലകണികകളുടെ കൂട്ടത്തെയാണ് നമ്മൾ മേഘങ്ങളായി കാണുന്നത്. മേഘങ്ങളിലെ ഇത്തരം ജലകണികകളുടെ വ്യാസം 0.01 മില്ലിമീറ്ററിൽ താഴെ മാത്രമേ വരൂ. അത്ര ചെറിയ കണികകൾ വായുവിൽ നിഷ്പ്രയാസം തങ്ങിനിൽക്കും. ഈ കണികകൾ കൂടുതൽ നീരാവി പിടിച്ചെടുത്ത് വലിപ്പം വയ്ക്കാൻ വളരെയധികം സമയമെടുക്കും. മഴത്തുള്ളികളായി ഇവ താഴോട്ട് വീഴണമെങ്കിൽ അവയുടെ വലിപ്പം ഏതാണ്ട് 1 മില്ലിമീറ്ററിന്റെ 10-1 ശക്തമായ മഴയത്ത് വീഴുന്ന തുള്ളികൾക്ക് 5 അതിലധികമോ മില്ലിമീറ്റർ വ്യാസമുണ്ടാകാം. വ്യാസം 100 ഇരട്ടിയാകണമെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന ജലം 10 ലക്ഷം ഇരട്ടിയാകേണ്ടതുണ്ട്. ഇതെങ്ങനെ സംഭവിക്കാമെന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തം ആദ്യമായി മുന്നോട്ടുവച്ചത് വെഗനർ, ബെർജറോൺ, ഫിൻഡൈസൻ എന്നിവരാണ്. ഇത് ബെർജറോൺ പ്രക്രിയ, വെഗനർ, ബെർജറോൺ ഫിൻഡൈസൻ പ്രക്രിയ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ജലം ഖരാവസ്ഥയിൽ നിലനിൽക്കുന്ന മേഘങ്ങളിൽ മാത്രമേ ഇത് പ്രാവർത്തികമാകൂ. കാരണം ഐസ് തരികളുടെ സാന്നിധ്യം അതിന് ആവശ്യമാണ്. മിക്ക മേഘങ്ങളിലും ഐസ് തരികളുണ്ടാകും എന്നാണ് കരുതുന്നത്. അങ്ങനെയല്ലാത്ത മേഘങ്ങളിൽ ജലകണങ്ങൾ കൂട്ടിമുട്ടി ഒന്നിച്ചു ചേർന്ന് വലുതാകും എന്നാണ് കരുതുന്നത്. ഇതിന് കൊളിഷൻ കോയാലസൻസ് പ്രക്രിയ, കൊളിഷൻ കോയാലസൻസ് പ്രോസസ് എന്നു പറയുന്നു. മഴയുടെ തീവ്രത വളരെ നേരിയതുമുതൽ അതീവ ശക്തമായ മഴ വരെ ഉണ്ടാകാം. മഴയുടെ തീവ്രത അളക്കുന്നത് മിമീഡോട്ട് മണിക്കൂർ mm/h എന്ന ഏകകമുപയോഗിച്ചാണ്. മണിക്കൂറിൽ 0.1 മില്ലിമീറ്റർ മുതൽ മണിക്കൂറിൽ 100 മില്ലിമീറ്ററിലധികം വരെ തീവ്രതയോടെയുള്ള മഴയുണ്ടാകാം. സാധാരണഗതിയിൽ ഏറ്റവും തീവ്രത കുറഞ്ഞ മഴയാണ് ഏറ്റവുമധികം നേരം പെയ്യുന്നത്. തീവ്രത കൂടിയ മഴ പെയ്യുന്നത് ക്യുമുലസും കെമുലോനിംബസും പോലെ ഉയരമുള്ള മേഘങ്ങളിൽ നിന്നാണ്. സ്ട്രാറ്റസും സ്ട്രാറ്റോക്യുമുലസും പോലെയുള്ള പരന്ന മേഘങ്ങളിൽ നിന്ന് മണിക്കൂറിൽ 10 മുതൽ 15 വരെ മില്ലിമീറ്ററിൽ കൂടുതൽ തീവ്രതയുള്ള മഴ ഉണ്ടാകാറില്ല. മഴയിൽ നിന്നു ലഭിക്കുന്ന ജലത്തിന് എന്തു സംഭവിക്കുന്നു എന്ന് തീരുമാനിക്കുന്നതിൽ മഴയുടെ തീവ്രതയ്ക്ക് വലിയ പങ്കുണ്ട്. തീവ്രത കുറഞ്ഞ മഴയിൽ നിന്നുള്ള ജലം ഏതാണ്ട് മുഴുവനും തന്നെ മണ്ണിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. എന്നാൽ ശക്തമായ മഴയുള്ളപ്പോൾ ജലത്തിൽ നല്ലൊരു ഭാഗം ഒലിച്ചുപോകാനാണ് സാധ്യത. മാത്രമല്ല അത് മേൽമണ്ണിന്റെ ഒരു ഭാഗം എടുത്തുകൊണ്ടുപോകുകയും ചെയ്യുന്നു. അതുകൊണ്ട് ചെടികൾ ധാരാളം ഇല്ലാത്ത ഇടങ്ങളിൽ ശക്തമായ മഴ മണ്ണൊലിപ്പിനു കാരണമാകുന്നു.